വിചാരിച്ച് എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണമെന്നാ. ഇന്നലെ എത്ര നേരം അവിടെ വന്ന് കാത്തിരുന്നോ? അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കാണാമെന്ന് വെച്ചത്. സന്തോഷം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ്. കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും. എനിക്കതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വേണ്ട, വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റാണ് മാനസ. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസ അറിയാതെ കടന്നു പോവില്ല. തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരും. വളച്ചു കെട്ടാതെ കാര്യം പറയാം. എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ, ജനാർദ്ദനൻ. കുറച്ചാൾ മുമ്പ് അയാൾ മരിച്ചുപോയി. ഞാനിപ്പോൾ ജയിലിലായിരുന്നു. ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നു. പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജനുവിനെ ആരോ കൊന്നതാണ്. പോലീസ് അന്വേഷണം ഉണ്ടായില്ലേ? ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിടുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗ്യാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവ് ഉയർത്തിയിട്ടില്ല. വലിയ കൈകളാവണം പുറകിൽ. അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു. ആ പത്രവും തപ്പിയെടുക്കാൻ മാനസികനെ സഹായിക്കാമോ? ജനാർദ്ദനൻ അല്ലേ? അതെ. പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൾപെരുമാറ്റമുള്ള ലക്ഷണമില്ല. നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം.